പൊട്ടിത്തകർന്ന തൃക്കരിപ്പൂർ തലിച്ചാലം പയ്യന്നൂർ റോഡിലൂടെയുള്ള ഗതാഗതം അതീവ ദുഷ്കരമാകുന്നു. കുഴികളും ജെല്ലികളും നിറഞ്ഞ റോഡിൽ അപകടങ്ങളും പതിവായി മാറുകയാണെന്നാണ് പരിസരവാസികൾ പറയുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. തൃക്കരിപ്പൂരിൽ നിന്നും പയ്യന്നൂരിലേക്കുള്ള എളുപ്പവഴി എന്ന നിലയിൽ നൂറുകണക്കിന് ആളുകൾ നിത്യേനെ ആശ്രയിക്കുന്ന ബൈപ്പാസ് റോഡിലെ തലിച്ചാലം ഭാഗത്താണ് റോഡ് തകർന്ന് ഗർത്തം രൂപപ്പെട്ട് വാഹനയാത്രക്കാരെ കുഴിയിൽ ചാടിക്കുന്നത്. മേൽപ്പാലത്തിന്റെ മധ്യഭാഗത്തായി അടുത്തടുത്ത് ടാറിങ് ഇളകിക്കിടക്കുന്നതാണ് വലിയ തോതിലുള്ള അപകട ഭീഷണി ഉയർത്തുന്നത്. വളരെ അടുത്തെത്തിയാൽ മാത്രമേ ഇവിടുത്തെ തകർന്ന ഭാഗം ശ്രദ്ധയിൽപ്പെടൂ. അതുകൊണ്ട് തന്നെ ഇതുവഴി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് കുഴിയിലിറങ്ങാതെ കടന്നുപോകാൻ കഴിയില്ല. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളെയാണ് ഇത് കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത്. റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കി എളുപ്പത്തിൽ പയ്യന്നൂരിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ കഴിയുമെന്നതിനാൽ സ്വകാര്യ വാഹനയാത്രക്കാർ ഈ പൊതുമരാമത്ത് റോഡിനെയാണ് പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത്. പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ റോഡും 50 മീറ്ററോളം തകർന്ന് കരിങ്കൽ ചീളുകൾ ഉയർന്നു നിൽക്കുന്ന സ്ഥിതിയിലാണ്. ഇത് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാകുന്നു. ഈ മെക്കാടൻ റോഡ് ഇവിടുന്ന് ഈ പാലം മുതൽ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പ് വരെയുള്ള റോഡ് 3ാമത്തെ റീച്ച് ഇതുവരെ ചെയ്തിട്ടില്ല. ഓരോ പ്രാവശ്യവും ഈ കാര്യങ്ങൾ PWD അധികൃതരോട് പറയുമ്പോൾ ബന്ധപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ആ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തി ഉടനെ തന്നെ മറ്റൊരു സംവിധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ സംവിധാനം ഇതുവരെയും ഉണ്ടായില്ല. ഈ പാലത്തിൻ്റെ മുകളിലും അതുപോലെ പാലം കഴിഞ്ഞ് 1/2 കിലോമീറ്റർ ദൂരവും തീരെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. അതിന് പുറമെ ഈ പാലം വന്നപ്പോൾ 6 KSRTC ബസ്സുകളോടി ഒരു 25-30 ട്രിപ്പ് പയ്യന്നൂർ കാര തലിച്ചാലം വഴി ഓടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴാകെ ഒരു ബസ് ഒരു ഭാഗത്തേക്ക് മാത്രം, അതായത് മംഗലാപുരത്തേക്കുള്ള ബസ് മംഗലാപുരത്തേക്ക് മാത്രം ഓടും. തിരിച്ചു പോലും ഇതിലെ കൂടി വരാത്ത ഒരവസ്ഥയാണ്. തങ്കയം തട്ടാർക്കടവ് ജംഗ്ഷൻ മുതൽ തലിച്ചാലം റോഡ് വരെയുള്ള 1 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡ് 3 വർഷം മുമ്പ് മെക്കാടൻ ടാറിംഗ് നടത്താനുള്ള നടപടികൾ തുടങ്ങിയിരുന്നുവെങ്കിലും പ്രവൃത്തി പൂർത്തിയാക്കാതെ കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ റോഡാണ് തലിച്ചാലം പാലത്തിലെത്തുന്നത്. ഇത് കടന്നുപോകുന്ന മുച്ചിലോട്ട് ജംഗ്ഷൻ അടക്കം ചില ഭാഗങ്ങൾ വാഹനങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തും വിധം തകർന്നിട്ടുണ്ട്. റോഡ് നവീകരണം വേഗത്തിലാക്കാൻ നാട്ടുകാർ ഏറെ സമ്മർദ്ദങ്ങൾ ചെലുത്തിയെങ്കിലും അതൊന്നും ഇതുവരെ ഫലം കണ്ടില്ല. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.